പാർട്ടിക്ക് തീരാ നഷ്ടമാണ് എന്ന് പ്രതികരിക്കുന്നു CPM നേതൃത്വം പൂർണ്ണമായും. കിരൺ, ഇപ്പോൾ മൂന്നാമത്തെ ടേമാണ്. മൂന്നാമത്തെ ടേം അതിലേക്ക് എത്താൻ പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ വിയോഗം, ഒരുപാട് കടമ്പകൾ, ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻ്ററി രംഗത്ത് വല്ലാതെ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ഒരു ദേശീയ തലത്തിൽ മറ്റൊരു പാതയിലേക്ക്, അല്ലെങ്കിൽ ഒരു വേറിട്ട രീതിയിൽ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയായി CPM-നെ മാറ്റിയെടുത്ത നേതാവ് എന്നുള്ള തരത്തിലായിരിക്കില്ലേ സീതാറാം യെച്ചൂരിയെ അടയാളപ്പെടുത്തുക? സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ ഇന്ത്യൻ രാഷ്ട്രീയവും ചരിത്രവും അടയാളപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയുടെ മതേതര ചേരിയിലെ മുന്നണി രാഷ്ട്രീയത്തിലെ അമരക്കാരൻ എന്ന നിലയിൽ തന്നെയാവും. അതിൽ ഒന്നാമത്തെ പേര് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ തന്നെയാണ്. അസാധ്യം എന്ന് കരുതിയിരുന്ന കാലത്താണ് ഇന്ത്യയിലെ ചെറു പാർട്ടികളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഐക്യമുന്നണി സർക്കാർ രൂപീകരിച്ചത്. അത് ഐക്യമുന്നണി സർക്കാർ ദേവഗൌഡ പ്രധാനമന്ത്രിയായപ്പോഴായാലും ഐക്യ ഗുജറാൾ പ്രധാനമന്ത്രിയായപ്പോഴും എല്ലാം അങ്ങനെ ഇന്ത്യയിൽ അന്ന് ചെറു കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത്തരം ഒരു സർക്കാരിനെ രൂപീകരിക്കുക എന്നുള്ളത് അസാധ്യമായ ഒന്നായിരുന്നു അക്കാലത്ത്. അത്തരമൊരു അസാധ്യമായ കലയെ അനായാസമായി സാധ്യമാക്കിയെടുത്ത ഒരാൾ കൂടിയാണ്. വലിയ ചേരിപ്പോരിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുള്ള പാർട്ടികളുടെ തന്നിഷ്ടക്കാരായ നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ ഒക്കെ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഏതെങ്കിലും തരത്തിൽ യോജിച്ചു നിൽക്കുന്ന പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ആശയമോ ഉള്ള പാർട്ടിക്കാരെ ഒന്നുമല്ല ഇവർ. പക്ഷേ ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യയിൽ സർക്കാർ സാധ്യമാക്കി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമാണ് ഒന്നാം UPA സർക്കാർ. പക്ഷേ ആ സർക്കാർ 5 വർഷവും നിലനിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിന് തുടർച്ചയുണ്ടായി. രണ്ടാമതും ഒരു UPA സർക്കാർ ഉണ്ടായി, രണ്ടാം UPA സർക്കാരും ഉണ്ടായി. ഈ 2 UPA സർക്കാർ ഉണ്ടാകുമ്പോൾ ഒന്നാം UPA സർക്കാർ സാധ്യമാക്കിയതിൽ CPM-ന് നിർണായകമായ ഒരു പങ്കുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി ഭരണത്തിലേക്ക് നീങ്ങാം എന്നൊരു അവസ്ഥയിൽ ആയിരുന്നില്ല കോൺഗ്രസ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ഈ ഭരണത്തിനില്ല, BJP സർക്കാർ രൂപീകരിക്കട്ടെ എന്നുള്ള നിലപാടിൽ നിന്ന സമയത്താണ് അന്നത്തെ CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സുർജിത്ത് സോണിയാഗാന്ധിയെ വീട്ടിലെത്തി, നമ്പർ 10 ജനുപത്തിലെത്തി സോണിയാഗാന്ധിയെ കണ്ടുകൊണ്ട് ഓരോ നേതാക്കളെയായി വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം പിന്തുണ, കരുണാനിധിയുടെയും അതോടൊപ്പം തന്നെ മുലായം സിംഗ് യാദവിന്റെയും അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കി നൽകുന്നത്. അങ്ങനെ ഇവരുടെ എല്ലാം പിന്തുണ, ലാലു പ്രസാദ് യാദവിന്റെ അടക്കം പിന്തുണ, രാംവിലാസ് പാസ്വാന്റെ അടക്കം പിന്തുണ ഉറപ്പാക്കി നൽകിക്കൊണ്ടാണ്, ശരത് പവാറിന്റെ അടക്കം പിന്തുണ ഉറപ്പാക്കി നൽകിക്കൊണ്ടാണ് ഒന്നാം UPA സർക്കാർ സാധ്യമാക്കുന്നത്. അന്ന് സുർജിത്തിനൊപ്പം ഈ മുന്നണി നെയ്ത്തുകലയിൽ ഒപ്പം നിന്നത് സീതാറാം യെച്ചൂരി എന്ന നേതാവാണ്. അന്ന് മുതൽ തന്നെ സീതാറാം യെച്ചൂരിക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് പാർട്ടി നേതാക്കളായിക്കോട്ടെ, ഈ നേതാക്കളുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധമുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട്. ഓരോരുത്തരും ഏത് തരത്തിലേക്ക് പെരുമാറും എന്നടക്കം അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. ഒന്നാം UPA സർക്കാരിന്റെ പിന്തുണ, മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഒന്നാം UPA സർക്കാരിന്റെ പിന്തുണ പിൻവലിക്കാൻ CPM തീരുമാനിക്കുന്ന സമയത്ത് അന്ന് മുലായം സിംഗ് യാദവ് അടക്കം ആദ്യം ഈ ഇടതു പാർട്ടികൾക്ക് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അന്നാണ് പ്രകാശ് കാരാട്ട് മായാവതിയുമായി ചർച്ച നടത്തിക്കൊണ്ട് മായാവതിയുടെ പിന്തുണ വാങ്ങുന്നത്. ആ സമയത്ത് തന്നെ സീതാറാം യെച്ചൂരിയുടെ നിലപാട്, മായാവതിയെ പിടിച്ചാൽ മുലായം സിംഗ് യാദവ് മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ട്. മുലായം സിംഗ് ആണ് എല്ലാ കാലത്തെയും CPM-ന്റെയും വിശ്വസനായ ബന്ധു. മുലായം സിംഗ് യാദവും ഹർകിഷൻ സിംഗ് സുർജിത്തുമായിട്ടുണ്ടായിരുന്ന അഗാധമായ വ്യക്തിബന്ധമടക്കം വ്യക്തമായി അറിയാവുന്ന ആളാണ്. മുലായം സിംഗ് യാദവിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളും അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ അദ്ദേഹം മാറാൻ സാധ്യതയുണ്ടോ എന്ന് അടക്കം കൃത്യമായി അറിയാവുന്ന ഈ പ്രാദേശിക പാർട്ടി നേതാക്കളൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെ എപ്പോഴും മുൻകൂട്ടി കാണുക എന്നത് അത്ര എളുപ്പമല്ല. അവരെക്കുറിച്ച് വ്യക്തിപരമായ അവരുടെ സ്വഭാവ സവിശേഷതകളും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകതകളും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ തരത്തിലേക്ക് ചിന്തിക്കാൻ കഴിയൂ. അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനെ തിരിച്ചറിയാൻ കഴിയുന്ന നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ CPM-ന്റെ അന്തർദേശീയ ചുമതലയുള്ള നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ഇന്ത്യയിലെ CPM-നെ ബന്ധിപ്പിച്ചു നിർത്തിയിരുന്ന, CPM പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം ലോകരാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞങ്ങളുമായി യോജിച്ചു നിൽക്കുന്നു എന്നത് CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഈ അടുത്ത കാലത്താണ് അതിന്റെ പ്രാധാന്യം അല്പമെങ്കിലും കുറഞ്ഞത്. പാർട്ടി കോൺഗ്രസുകളുടെ അടക്കം. സുജാത ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സുജാത, ഈ സീതാറാം യെച്ചൂരിയുടെ വിയോഗം എത്രമാത്രം വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞറിയിക്കുക പ്രയാസമാണെന്നറിയാം പാർട്ടി നേതൃത്വത്തിന്, പാർട്ടി സഖാക്കൾക്ക്. പക്ഷേ അതിനുമപ്പുറം സീതാറാം യെച്ചൂരിയുമായിട്ടുള്ള പ്രവർത്തനം, ആ കാര്യങ്ങളൊന്ന് അനുസ്മരിക്കാമോ? ടെലിഫോൺ ലൈൻ നഷ്ടമായിരിക്കുന്നു. കിരൺ, തുടരാം.
ഇത് തന്നെയാണ് യെച്ചൂരി എന്ന നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണുവാൻ കഴിയുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുമായിട്ടുള്ള വ്യക്തിബന്ധം എങ്ങനെയാണോ CPM എന്ന പാർട്ടിക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എണ്ണം കൊണ്ട് കാര്യമായ പങ്കില്ലാതിരിക്കുമ്പോഴും ഈ പാർട്ടികൾക്കിടയിലെ ഒരു നിർണായക ശക്തിയാക്കി CPM-നെയും ഇടതു പാർട്ടികളെയാകെ CPM-നെ എന്ന് മാത്രം പറയാൻ കഴിയില്ല, 4 ഇടതു പാർട്ടികളെയും അത്തരത്തിലേക്ക് യോജിപ്പിച്ച് നിർത്തുന്നതിലും ആ തരത്തിലേക്ക് ഇടതു പാർട്ടികളുടെ ശബ്ദം ദേശീയ രാഷ്ട്രീയത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ളത് എന്ന് കാണിക്കുന്നത് എണ്ണം കൊണ്ടായിരുന്നില്ല. ഈ തരത്തിലേക്കുള്ള നേതാക്കളെ കൂട്ടിയോജിപ്പിക്കാനും പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കാനുമുള്ള സവിശേഷമായ കഴിവുകൊണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കർണാടകയിൽ കഴിഞ്ഞതിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തിലേക്ക് ഭരണം BJPക്ക് ലഭിക്കുമെന്ന ഘട്ടത്തിൽ വരുമ്പോഴാണ് മൂന്നായി മത്സരിച്ച കോൺഗ്രസിനെയും JDS-നെയും അതോടൊപ്പം തന്നെ BJP അങ്ങനെ കോൺഗ്രസിനെയും JDS-നെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് JDS-ന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാം, കോൺഗ്രസ് പിന്തുണയോടുകൂടി അവിടെ ഒരു ഭരണം വരണം എന്നുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശം BJP-യെ കൊണ്ട് പെട്ടെന്ന് തന്നെ നടപ്പാക്കിയെടുത്തത് അല്ലെങ്കിൽ ഈ നിർദ്ദേശം ഫലപ്രദമായി ചർച്ച ചെയ്ത് നടപ്പാക്കിയെടുത്തത് സീതാറാം യെച്ചൂരി ആയിരുന്നു. അന്ന് BJP-യുടെ പ്രധാനപ്പെട്ട അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിന്ന് വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത്തരം തന്ത്രങ്ങളിൽ കോൺഗ്രസ് എപ്പോഴും പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ ആ BJP നേതാക്കളെ അടക്കം BJP-യുടെ തന്ത്രങ്ങളെ അടക്കം മലർത്തിയടിച്ചുകൊണ്ട് അവിടെ ഒരു സർക്കാർ സാധ്യമാക്കിയത് സീതാറാം യെച്ചൂരി എന്ന നേതാവിന്റെ തന്ത്ര ചാരുത കൂടിയായിരുന്നു, അദ്ദേഹത്തിന്റെ ചടുലമായ നീക്കങ്ങൾ കൂടിയായിരുന്നു. BJP അത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു സർക്കാർ സാധ്യമാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി അറിയിക്കാനുണ്ട്. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി അദ്ദേഹം വിട്ടുകൊടുക്കാനുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം എയിംസിന് വിട്ടുകൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അദ്ദേഹം ജീവിതത്തിൽ എന്ന പോലെ ഒരു കമ്മ്യൂണിസ്റ്റ്